നമസ്കാരം, ബൈജു ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ചെക്ക് ബുക്ക് പഴയതാണോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ചെക്ക് ബുക്കുമായി ബന്ധപ്പെട്ട് 2026 ഡിസംബർ 31 ശേഷം പുതിയ മാറ്റങ്ങൾ വരുമെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് 50,000 രൂപയോ അതിൽ കൂടുതലോ ഉള്ള ചെക്ക് ഇടപാടുകളിൽ നിലവിൽ തന്നെ പോസിറ്റീവ് പേ എന്നൊരു സംവിധാനം ഇപ്പോൾ സുരക്ഷാ നടപടിയുടെ ഭാഗമായി ബാങ്കുകൾ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ പുതിയ സുരക്ഷാ സംവിധാനങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ഇപ്പോൾ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അതായത് വ്യാജ ചെക്ക് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ കുറയ്ക്കുവാനും വലിയ തുകകളുടെ ചെക്ക് ഇടപാടുകളിൽ കൂടുതൽ സുരക്ഷിതമാക്കാനും ചെക്ക് ക്ലിയറൻസ് സംവിധാനം കൂടുതൽ വേഗത്തിലുമാക്കാനുമാണ് ഈ നടപടി മൂലം ബാങ്കുകൾ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 2026 ഡിസംബർ 31 ശേഷം എല്ലാ ബാങ്കുകളിലെയും പഴയ ചെക്ക് ബുക്കുകൾ നിർബന്ധമായും അസാധുവാകുമെന്നത് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാനാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്കിന്റെ ഔദ്യോഗിക അറിയിപ്പ് പരിശോധിച്ച ശേഷം മാത്രമേ പഴയ ചെക്ക് ബുക്ക് മാറ്റേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കാവൂ. കൂടാതെ നിങ്ങൾ SBI, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങി ഏത് ബാങ്കിന്റെ ഉപഭോക്താവായാലും നിങ്ങളുടെ ബാങ്കിന്റെ മൊബൈൽ ആപ്പ്, ഇന്റർനെറ്റ് ബാങ്കിംഗ്, SMS സേവനം അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ചെക്ക് ബുക്കുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഒന്ന് പരിശോധിക്കുക. അതിനെക്കുറിച്ചിട്ട് അറിയിപ്പ് വരുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. അത് കൂടാതെ നിങ്ങളും കൂടി ഒന്ന് പരിശോധിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് വലിയ തുകയുടെ ചെക്ക് നൽകാനോ സ്വീകരിക്കാനോ പോകുന്നവർ ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ഇപ്പോൾ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. എന്തായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പ്രത്യേകം പരിഗണിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.